നമുക്ക് ഓരോ ദിവസവും തരുന്ന ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ട് ആ ദിവസം തുടങ്ങിയാലുണ്ടല്ലോ അടാറ് ഉഷാറാണ് കേട്ടോ. എവിടെ നിന്നൊക്കെയാണ് നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാനുള്ള എനർജി വരിക എന്ന് പറയാൻ പറ്റില്ല. ക്ഷീണമൊക്കെ ഏത് വഴിയാണ് ഓടുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ രാവിലെ ഒന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവം ഒന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ വിശ്വാസം നമുക്ക് പലതാണല്ലോ. പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ നിങ്ങളുടെ ജോലിയിലേക്കൊന്ന് കടന്നു നോക്കി, ആ ദിവസം അടിപൊളിയായിരിക്കും. നമ്മുടെ നിരാശയും അയ്യോ എനിക്ക് ചെറിയ ഒരു ഇതാണല്ലോ ഉള്ളത്, അല്ലെങ്കിൽ എനിക്കൊരു കുഞ്ഞു ജോലിയാണല്ലോ ഉള്ളത്, എനിക്ക് അത്ര സന്തോഷമൊന്നും ഇല്ലല്ലോ എന്നുള്ള നമ്മുടെ നെഗറ്റീവ് മൈൻഡൊക്കെ മാറി നമ്മൾ നല്ല ഫ്രഷായിട്ട് നല്ല സന്തോഷമായിട്ട് നമ്മുടെ ആ ദിവസം മുഴുവൻ പോകും. നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാനുള്ള സകല എനർജി നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഫുൾ എനർജി ആയിട്ട് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു പാട്ട് വയ്ക്കും കേട്ടോ. അന്ന് എനിക്ക് പാട്ട് കേട്ട് പണിയെടുക്കുന്ന ഒരു മലയാളി ബംഗാളിയാണ് ഞാൻ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ പ്രയർ സോങ്ങോ അല്ലെങ്കിൽ ഒരു പ്രയറോ അല്ലെങ്കിൽ നല്ല പാട്ടുകളോ എന്തെങ്കിലും മോട്ടിവേഷണൽ സ്പീച്ചോ പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ എൻ്റെ ആ ഒരു ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. നെഗറ്റീവ് മൈൻഡോടുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷേ ചില ദിവസങ്ങളിൽ നമുക്കിങ്ങനെ ഇടിവെട്ടോടുകൂടി ഇങ്ങനെ വരും. അപ്പോഴും ഞാനിങ്ങനെ മനസ്സിൽ പറയും, അതൊന്നും ഓർക്കണ്ട, നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് മുന്നോട്ട് നമ്മൾ ദൈവത്തെ കൈ പിടിച്ചിട്ട് മുന്നോട്ട് നടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പാട്ടൊക്കെ വെച്ച് തലേ ദിവസം തന്നെ പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പ് വെള്ളത്തിലിട്ടില്ലെങ്കിലും വിഷയമൊന്നുമില്ല കേട്ടോ. വെള്ളത്തിലിട്ടാൽ നമുക്കൊരു 2 വിസിലുകൊണ്ട് വെന്ത് കിട്ടും. വെള്ളത്തിലിട്ടില്ലെങ്കിൽ ഒരു 3-4 വിസിലെടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയും ഗ്യാസ് അങ്ങ് ലാഭിക്കാമോ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ എപ്പോഴും ഈ ലാഭം ഞാൻ ഓർക്കാറില്ല, അത് വേറൊരു വശം. അപ്പോൾ സാമ്പാറിനാണ്. അപ്പം ഇച്ചിരി റിച്ച് ആയിട്ടുള്ള സാമ്പാറാണ്. എപ്പോഴും ഞാൻ നിങ്ങളെ 10 ഉള്ളിയും 2 തക്കാളി ഇട്ട് പറ്റിക്കുന്ന സാമ്പാറല്ലേ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പച്ചക്കറി ഇട്ട് വെക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ പരിപ്പിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും വേപ്പിലയും കുറച്ച് കായത്തിൻ്റെ പൊടിയും ഇട്ടിട്ട് ഞാൻ കുക്കറിൽ പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. തലേ ദിവസത്തെ ചോറാണ് അവിടെ വേകാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. വേകാനല്ലല്ലോ, അവിടെ തിളപ്പിച്ചടക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. നമുക്ക് വൈകുന്നേരത്തേക്ക് ചോറൊക്കെ വേറെ വെക്കണം. പിന്നെ നമുക്കിന്ന് ഇഡ്ഡലിയാണ് രാവിലെ. അപ്പോൾ അത്രയും വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും ഗ്യാസ് പോലും. എനിക്കാണെങ്കിൽ ഇന്ന് ഗ്യാസ് സേവ് ചെയ്യണം എന്നുള്ളൊരു വിചാരം ഇന്ന് മാത്രമല്ല 2 ദിവസമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ അടപ്പ് കത്തിക്കൽ കുറവാണ്. ഞാൻ കത്തിക്കും, ഇപ്പോൾ ഈ കുമ്പിട്ട് എനിക്കങ്ങ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കുറേ പുക ശ്വസിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചുമ വരുമ്പോൾ എനിക്ക് വയറിനും കിഴിവയറൊക്കെ വേദന എടുക്കുന്നതുകൊണ്ട് ഞാൻ കത്തിക്കും. നല്ല ഉണക്ക വിറകുണ്ടെങ്കിൽ മാത്രം കത്തിക്കും, അല്ലാണ്ട് ഞാൻ കത്തിക്കുന്നില്ല. പക്ഷേ എന്നാലും ഇടയ്ക്ക് ഞാൻ വെള്ളമൊക്കെ ചൂടാക്കും കേട്ടോ അതിൽ. അപ്പോൾ ഒരു വശത്തേക്ക് കത്തിക്കുന്ന അടപ്പൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഇപ്പോൾ ഞാൻ കുറച്ച് സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ കൈയോടെ തന്നെ മുട്ട പുഴുങ്ങുന്ന നല്ല നാടൻ മുട്ടയായിരുന്നു കേട്ടോ ഇപ്രാവശ്യം കിട്ടിയത്. നല്ല മുട്ടയായിരുന്നു. അപ്പോൾ ഒരെണ്ണം ഞാൻ കയ്യിൽ ഇങ്ങനെ ഇടാൻ വേണ്ടി ഇങ്ങനെ വെച്ചപ്പോൾ കയ്യിൽ നിന്ന് ചാടിപ്പോയെന്ന്. അയ്യോ, ഞാൻ ഓർത്ത് പൊട്ടിപ്പോയെന്ന് ഓർത്തിട്ട്. അപ്പം ഞാൻ വേഗം അതിൻ്റെ മീതെ കുറേ ഉപ്പും കുറച്ച് എണ്ണയും കൂടി വാരിയിട്ടിട്ട് അയ്യോ ഇനി പൊട്ടല്ലേന്ന് ഓർത്തു. പക്ഷെ പൊട്ടിയില്ല, കാരണം വെള്ളം പയ്യെ ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പൊട്ടിയില്ല കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇഡ്ഡലി റെഡിയാക്കി എടുക്കാം. ഇഡ്ഡലിയും സാമ്പാറും ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദോശ ഇഡ്ഡലി സാമ്പാറുമാണ് എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എപ്പോഴും ഇങ്ങനെ മനോട്ടിനോട് പറയും, നമുക്ക് ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെക്കണ്ട, നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചെല്ലാം ശരിയാക്കി ഒരു 7:30 മണിയാകുമ്പോഴത്തേനും ആര്യാസിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വൃന്ദാവൻ അങ്ങനെയുള്ള ഹോട്ടലില്ലേ അവിടെ പോയിട്ട് രാവിലെ നല്ല വലിയ മസാല ദോശയും അല്ലെങ്കിൽ നല്ല മിനി ഇഡ്ഡലിയില്ലേ, കുഞ്ഞു തട്ടിൽ ഇഡ്ഡലി, അതും 2-3 ഉഴുന്നുവടയൊക്കെ കഴിക്കണം വന്നിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു സിസ്റ്റം. എനിക്ക് ഭയങ്കര ആ ഒരു കോമ്പിനേഷൻ ഇല്ലേ, മസാല ദോശ ഇഡ്ഡലി അല്ലെങ്കിൽ മസാല ദോശ വട, അങ്ങനെയുള്ള ആ ഒരു കുഞ്ഞു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. അപ്പം ഞാൻ സാമ്പാറിനുള്ള പരിപ്പൊക്കെ അവിടെ ആയി വരുന്നുണ്ട്, ഇഡ്ഡലിയൊക്കെ അവിടെ റെഡിയായി വരുന്നുണ്ട്, ചോറ് തിളപ്പിച്ച് അടച്ചിട്ടുണ്ട്. നമുക്കൊരു പച്ചക്കറിയും കൂടി വേണ്ടേ? അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് പച്ചക്കറിയൊക്കെ ഉപ്പ് വെള്ളത്തിലാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അച്ചിങ്ങ തലേ ദിവസം അരിഞ്ഞ് വെക്കണമെന്ന് ഓർത്തിട്ട് മറന്നുപോയി. പിന്നെ ഞാൻ ചായക്ക് വെള്ളം എടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ ഇന്ന് രാവിലെ വെള്ളം കുടിച്ചില്ലല്ലോ ഈശോയെന്ന് ഓർത്തത്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അല്ല കേട്ടോ, 2 ഗ്ലാസ് വെള്ളം കുടിക്കും. എഴുന്നേറ്റ് വന്ന്
പല്ല് തേച്ച പാടെ തന്നെ ഞാൻ വായൊക്കെ കഴുകി വന്നപ്പോൾ തന്നെ ഞാൻ വെള്ളം കുടിക്കാൻ വരികയാണെങ്കിൽ എനിക്കിങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വരും. അത് ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും കിട്ടുന്നത് വലിയ ഗ്ലാസ് ആയിരിക്കും. അപ്പോൾ അത്രയും വെള്ളം കുടിക്കുമ്പോഴത്തേനും എനിക്ക് ഛർദ്ദിക്കാൻ വരും. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് ഞാൻ എന്തായാലും കുടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താ അച്ചിങ്ങയൊക്കെ അരിഞ്ഞെടുക്കാണ്. അത് തലേ ദിവസം ചെയ്ത് വെക്കണം എന്ന് ഓർത്താണ്. പിന്നെ എന്തോ വേറെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേനും അതിലങ്ങ് ആയിപ്പോയി. അലക്കിയത് മടക്കാനുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതിലങ്ങ് ആയിപ്പോയി. പിന്നെ മടക്കി വെച്ചപ്പോഴാണ് അലമാരിയുടെ 1-2 ഷെൽഫൊക്കെ കോളായിട്ടിരിക്കണം കണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി വന്നപ്പോഴത്തേനും ഞാൻ ഇത് അരിഞ്ഞ് വെക്കാനൊക്കെ മറന്നുപോയി. അപ്പോൾ ചേട്ടൻ ചോദിച്ചെൻ്റെ അടുത്ത് നാളത്തേക്ക് എന്താ, പിന്നെ ഞാൻ സാമ്പാർ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അച്ചിങ്ങ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് രാത്രി ബിഗ് ബോസ് കാണുന്ന സമയത്തൊക്കെ എനിക്ക് ഒടിച്ചു കയറി എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി വർത്താനം പറഞ്ഞിരുന്ന് ചെയ്തേനെ. അപ്പം ഞാൻ അച്ചിങ്ങ ഞാൻ അധികം കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ച വരെയുള്ള നമുക്ക് എടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ. അപ്പം അങ്ങനെ കട്ടൻ ചായ ആയിട്ടുണ്ട്. കൈയോടെ തന്നെ നമുക്ക് അച്ചിങ്ങ വേവിക്കാൻ വയ്ക്കാം. ഞാൻ ഇപ്രാവശ്യം നമ്മളിങ്ങനെ വേവിച്ചിട്ട് കറി താളിച്ചെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ അമ്മച്ചി വീട്ടുപണിക്ക് പോയിരുന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മ വീട്ടുപണിക്ക് പോയിരുന്ന വീട്ടിലെ ചേച്ചി അവർ വേറൊരു നാട്ടിലുള്ളതാണ്. കേരളത്തിൽ തന്നെ, ഞാൻ മറന്നു എവിടെയാണെന്ന്, പാലക്കാട് അങ്ങോട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ വേവിച്ചിട്ട് വേറെ ചട്ടിയിൽ താളിച്ചിട്ട് ആ താളിച്ചത് ഇങ്ങോട്ട് ഇടും. അപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെയല്ല മോനെ എന്ന് പറഞ്ഞിട്ട് അമ്മ ഈ ഒരു കറി ഇങ്ങനെ ചെയ്യണം എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മൾ വേവിച്ച ചട്ടിയിൽ തന്നെ താളിച്ചിട്ട് വേവിച്ച പച്ചക്കറി അങ്ങ് ഇട്ടിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആ ചേച്ചി ഇടക്ക് എന്തോ പറഞ്ഞപ്പോഴത്തേനും അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേനും എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അമ്മമാർ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ അറിയാണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് പോകും. അതങ്ങനെയാണ്. അപ്പം ഞാൻ ഇഡ്ഡലി എടുത്തപ്പോഴത്തേനും ഞാൻ ആവേശം കൊണ്ടിട്ട ആ കോഴിമുട്ട പൊട്ടിയിട്ടില്ല കേട്ടോ. ഭാഗ്യത്തിന് ഇച്ചിരി ഒരു ചിന്നൽ പോലെ വന്നിട്ടുണ്ട്. പക്ഷെ വെള്ളം തിളച്ചിരുന്നത് കൊണ്ട് അങ്ങ് പൊട്ടി ഇങ്ങനെ പുറത്തേക്ക് വന്നില്ല. ചില സമയത്ത് നമ്മൾ ഇടുമ്പോഴത്തേനും ഇങ്ങനെ എന്നെ പിടിച്ചു പോകുന്നു പറഞ്ഞിട്ട് മുട്ട പൊട്ടി ഇങ്ങനെ പുറത്തേക്ക് വരില്ലേ. അപ്പോൾ അങ്ങനെ വന്നിട്ടില്ല. അലമ്പായിട്ടിരിക്കണില്ല, നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറിയിട്ട് നമുക്ക് കാസറോളിലേക്ക് ഇടാം കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ 10 ചെറിയുള്ളി 2 തക്കാളിയും വെച്ചിട്ടുണ്ടാക്കുന്ന സാമ്പാർ കാണിച്ച് പറ്റിക്കാറുണ്ട്. പറ്റിക്കണില്ല, ആ സാമ്പാർ അടിപൊളിയാണ് കേട്ടോ. അത് വെച്ച് നോക്കിയിട്ടുള്ള എത്ര പേരാണെന്ന് തന്നെ. അടിപൊളിയാണ് കേട്ടോ ജിഫി. പച്ചക്കറി കൂട്ടാത്ത ആൾക്കാരൊക്കെ സാമ്പാർ അങ്ങനെ പെറുക്കി കളയുന്നവരൊക്കെ ഈ സാമ്പാർ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇന്ന് കരുതി എന്തായാലും കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കൊത്തമരയ്ക്കും ക്യാരറ്റും അതേപോലെ ഉരുളൻകിഴങ്ങും പിന്നെ നമ്മുടെ ബീൻസും കുറച്ച് കോവക്കയൊക്കെ ഉണ്ട്, അതെല്ലാം കൂടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാറാക്കാം. തക്കാളി വേണ്ടെങ്കിൽ നമ്മൾ അവസാനമല്ലേ ഇടുള്ളൂ. അപ്പോൾ ആ വെന്ത പരിപ്പിലേക്ക് നമ്മൾ ഈ പറഞ്ഞ പച്ചക്കറിയെല്ലാം ഇട്ടിട്ടുണ്ട്. മത്തങ്ങ ഉണ്ടായില്ല കേട്ടോ. മത്തങ്ങ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവസാനം ഞാൻ കുറച്ച് നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ശർക്കര ഇട്ടാലും മതി. ഇത് നമ്മുടെ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ്. പിന്നെ ഇച്ചിക്കോളം ഞാൻ ഒരു കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്, കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞത് ഇടേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും ഒരു കളറ് കാണാൻ എനിക്ക് ഇച്ചിരി ഇഷ്ടമാണ്. ഒരു കളറിൽ ഒരു ഗുമ്മിലിരിക്കേണ്ട കറിയൊക്കെ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട്, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. പരിപ്പിൽ വെള്ളം ഉണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ പച്ചക്കറി കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങൊക്കെ താഴും ചൂടെത്തുമ്പോഴത്തേനും. അപ്പോഴേക്കും ഈ ഉരുളൻകിഴങ്ങും പരിപ്പും കൂടി അടുക്കി പിടിക്കും. എനിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കയറ്റി വയ്ക്കുക. ഇനി നമ്മൾ വെള്ളം ഒഴിക്കുമല്ലോ, പുളിവെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ സെറ്റായിക്കോളും. അപ്പോൾ നമുക്ക് ഈ പച്ചക്കറിയെല്ലാം ഒരൊറ്റ വിസലിന് വെന്ത് വന്നാൽ മതി കേട്ടോ. പിന്നെ ആ വിസൽ പോകണ വരേക്ക് നമ്മളൊന്ന്, അതായത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ എയർ പോണ വരേക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ചൂടിലിരുന്ന് കറക്റ്റ് പാകത്തിന് വെന്തോളും. മുരിങ്ങാക്കോലൊന്നും ഇടുകയാണെങ്കിൽ ഈ ഒരു പരുവത്തിൽ ഇടരുത് കേട്ടോ. ആടാ മുരിങ്ങാക്കോലില്ലല്ലേ, ഞാനപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഈ വോയിസ് കൊടുത്തപ്പോഴാണ് മുരിങ്ങാക്കോലില്ലല്ലോ എന്ന് ചിന്തിച്ചത്. അപ്പം നമുക്ക് അച്ചിങ്ങ മെഴുകുവരട്ടി ആക്കി എടുക്കണ്ടേ. ഞാൻ ഇടികല്ലിലൊന്നും കുത്താൻ നിന്നില്ല. ഇടികല്ല് അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ ഞാൻ ഇടികല്ല് എടുത്തില്ല. ഞാൻ നമ്മൾ കട്ടിംഗ് ബോർഡിൽ തന്നെ വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടി ചതച്ചിട്ട് ഇട്ടു. എനിക്ക് ചെറിയൊരു കിതപ്പുണ്ട് കേട്ടോ, ഈ വയറിൻ്റെ ആണ്. ചെറിയൊരു കിതപ്പുണ്ട്. പ്രഗ്നൻസി ടൈമിലൊക്കെ എനിക്ക് 5ാം മാസം മുതൽ ജോക്കുട്ടൻ അന്നക്കുട്ടിക്കൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അതിലേക്ക് ഇതാ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല, കുറേ സംസാരിക്കുമ്പോഴുള്ളൊരു കഥപ്പ് മാത്രം. എനിക്കാണെങ്കിൽ സംസാരിക്കാണ്ടിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് അതിലേക്ക് ഇതാ വേപ്പല ഇട്ടു. നന്നായിട്ട് മൊരിഞ്ഞ് വന്നപ്പോഴത്തേനും പൊടികളെന്ന് പറഞ്ഞാൽ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചേക്കുന്നതുകൊണ്ട് മുളക് പൊടി മാത്രം ഇട്ടിട്ടുള്ളൂ. പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള അച്ചിങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അച്ചിങ്ങ മെഴുക്ക് വരട്ടി റെഡി. ഒരു 2 മിനിറ്റ് ഒന്നിരുന്ന ആ ഒരു എരിവും ഉപ്പും ഒക്കെ ഒന്നങ്ങ് പിടിക്കട്ടെ കേട്ടോ. അപ്പം നമുക്കിതാ ആ നേരം കൊണ്ട് നമ്മുടെ ഇഡ്ഡലി കുട്ടന്മാരെയൊക്കെ നമുക്ക് കാസറോളിലേക്ക് ആക്കാം. ഇതിപ്പോൾ ഇഡ്ഡലി ഇച്ചിരി അധികം ഉണ്ടാക്കി വെച്ചാലും വിഷയമൊന്നുമില്ല. അന്നക്കുട്ടി ഉള്ളതുകൊണ്ട് അവൾക്ക് ഇഡ്ഡലി ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്നും പോയൊക്കെ കഴിച്ചോളും. അവളെ സ്കൂളിൽ വിടുന്നില്ല കേട്ടോ, ജോക്കുട്ടിനെ മാത്രമേ വിടുന്നുള്ളൂ. സ്റ്റിച്ച് ചിലപ്പോൾ ഇന്ന് എടുക്കും. അതായത് ഈ വ്ളോഗ് എടുക്കുന്ന ദിവസമല്ല, നിങ്ങൾ ചിലപ്പോൾ ഈ വ്ളോഗ് കാണുന്ന ദിവസം എടുക്കും. അപ്പോഴേക്കും ഞാൻ എന്താ ഇഡ്ഡലിയൊക്കെ കാസറോളിലാക്കി അവിടേക്ക് ഒന്ന് ഒതുക്കി വെച്ച ശേഷം നമുക്ക് സാമ്പാറിലേക്ക് ഒന്ന് താളിച്ചിടണമല്ലോ. അല്ലടാ താളിച്ചിട്ടല്ല, വെണ്ടയ്ക്ക് തക്കാളി നമുക്കൊന്ന് മൂപ്പിച്ചിടണ്ടേ, ഒന്ന് വരട്ടിയിടണ്ടേ. അപ്പോൾ ചെറിയുള്ളി കുറച്ചിട്ട്, ഉള്ളി എനിക്കൊരു വീക്ക്നെസ് ആണേ. ഉള്ളി ഇല്ലാത്ത സാമ്പാർ എനിക്കെന്തോ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. അപ്പോൾ ഇതാ മുഴുവനത്തെ പാടെ ഉള്ളി ഇട്ടിട്ട് നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയും വഴറ്റിയെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഇഡ്ഡലിയുടെ മാവും കൂടി എടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് സാമ്പാർ പൊടിയും കുറച്ചധികം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. കായത്തിൻ്റെ പൊടിയും എനിക്കൊരു വീക്ക്നെസ്സാണ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കായം. പക്ഷെ എനിക്ക് രസം എനിക്കിഷ്ടമല്ല കേട്ടോ, അതൊരു രസമില്ലാത്തൊരു സാധനമാണ്. രസം ഇഷ്ടമുള്ളവരുണ്ടാവും, പക്ഷെ എനിക്ക് ഒരു രസമില്ലാത്തൊരു സാധനമാണ്. അങ്ങനെ ഒഴിച്ചാലും കാണൂല, അങ്ങനത്തെ ഒരു കറിയാണ്. എനിക്ക് കാണണം, കണ്ണ് നിറച്ച് കാണണം അങ്ങനെ കറികളൊക്കെ. അങ്ങനെ തക്കാളിയും വെണ്ടയ്ക്കയും വഴണ്ട് വന്നപ്പോഴത്തേനും വീണ്ടും നമ്മുടെ പരിപ്പും പച്ചക്കറിയും വേവിച്ചതെടുത്ത് തട്ടേ കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതാ ഈ വെണ്ടയ്ക്കയും തക്കാളിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് നമുക്ക് പുളിവെള്ളം നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. കുറേ പുളി വേണ്ട കേട്ടോ, കാരണം നമ്മൾ ആദ്യം ഇതിന് പുളി കുറേ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തക്കാളിയൊക്കെ വെന്ത് വരുമ്പോൾ അതിൻ്റെ പുളി ഇറങ്ങുവേ, അപ്പോഴേക്കും ഭയങ്കര പുളിയായിപ്പോവും. ഇത് നമ്മുടെ മല്ലിക്കട്ടയാണ് കേട്ടോ. ഇത് മല്ലിയെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അരിഞ്ഞിട്ടിട്ടാലും മതി, അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും. ഇതാകുമ്പോൾ അങ്ങ് അലന്നു പോവേ. അപ്പം എനിക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല, ഇതാകുമ്പോൾ പിന്നെ അങ്ങ് അലന്നു പൊക്കോളും, പെറുക്കിയൊന്നും മാറ്റാനുണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ മല്ലിയില എങ്ങനെ പെറുക്കി മാറ്റും, പക്ഷേ എൻ്റെ പുത്രൻ പെറുക്കി മാറ്റും. അവന് ഭയങ്കരമാണ്, കടുക് പെറുക്കി മാറ്റും, മല്ലിയില പെറുക്കി മാറ്റും. ഞാൻ പറയടാ വേപ്പലേക്ക് പെറുക്കി മാറ്റുന്നവരെ കണ്ടിട്ടുണ്ട്, നീ ഏത് ടൈപ്പാടാ മോനെ എന്ന് ചോദിക്കപ്പോൾ എനിക്കിഷ്ടമല്ല അമ്മ എന്ന് പറയും. അപ്പോൾ അതാ തലേ ദിവസം ട്യൂഷൻ്റെ സമയത്ത് കിടന്ന് ഉറങ്ങിയതുകൊണ്ട് ഹോംവർക്ക് പെൻഡിങ് ആണ്. 7 മണിയായപ്പോൾ തന്നെ ഞാൻ വിളിച്ചു പൊക്കി ഇരുത്തി ഹോംവർക്ക് അങ്ങോട്ട് ചെയ്ത് തീർക്കുകയാണ്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ചെയ്ത് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാവണമെന്ന്. അന്നക്കുട്ടി എഴുന്നേറ്റ് വന്നുള്ളൂ. അവളിപ്പോൾ തന്നെയൊക്കെ പല്ലൊക്കെ തേക്കൂട്ടോ, ബാത്റൂമിലൊക്കെ തന്നെ നിന്ന് പല്ലൊക്കെ തേച്ചോളും. അപ്പം ഞാൻ വേഗം താളിച്ചിടുകയാണ്. കടുക് പൊട്ടിച്ചു, ഉലുവ പൊട്ടിച്ചു, ഇച്ചിരി ജീരകം ഇട്ടു, ഉള്ളി ഇട്ടു. ഉള്ളി നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേനും വറ്റൽമുളകും വേപ്പല ഇടും കേട്ടോ. അപ്പോൾ ചേട്ടന് നമുക്ക് പാലില്ല, പാല് മേടിക്കാൻ വേണ്ടി ചേട്ടൻ പോയിട്ട് ഒരു റൗണ്ട് നടന്നിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ഇവന് ഒരു വരി എഴുതും, എന്നോട് 10 വർത്താനം പറയും. ഒരു വരി എഴുതും, ഒരു 10 വർത്താനം പറയും. അപ്പം ഞാൻ പറയും ഇനി ഞാൻ നല്ല അടിയോട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തി എഴുതുകയാണ്. അങ്ങനെ പറയുമ്പോഴത്തേനും വേഗം ഇരുന്ന് എഴുതൂട്ടോ. എന്നിട്ട് ആ ഉണ്ടക്കണ്ണോണ്ട് എന്നെ ഇങ്ങനെ നോക്കും. അപ്പം ഞാൻ ഗേറ്റ് തുറക്കണ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് പെൻസിലും വെച്ചിട്ട് പപ്പാ എന്ന് പറഞ്ഞ് ഓടും. അപ്പോൾ അത്ര സമയം അവന് പോയി കിട്ടുമല്ലോ. കണ്ടതേ പോണു, ഗേറ്റ് തുറക്കണ സൗണ്ട് കേട്ടപ്പോൾ ഓടുന്ന ഓട്ടമാണ് കാണുന്നത്. അപ്പോൾ ചേട്ടൻ പാല് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. പുള്ളി കൊണ്ടുവന്നിട്ട് ആദ്യം അടുപ്പിൻ്റെ അടുത്തല്ല സ്റ്റൗവിൻ്റെ അടുത്ത് വെച്ചു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അയ്യോ എന്ന് പറഞ്ഞിട്ട് വേഗം എടുത്ത് മാറ്റിയിട്ട് നേരെ ഫ്രീസറിൽ കയറ്റി വെച്ചു. ആ പാല് ഞാൻ വലിച്ചു കുറച്ചാണ് പിറ്റേ ദിവസം രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത്. അപ്പോൾ ഇത് താളിച്ച് ഞാൻ ഇട്ടു. അപ്പോൾ ഞാൻ കണ്ടില്ല കേട്ടോ ഈ സ്റ്റാൻഡ് കയറ്റി വെച്ചത്. ഞാൻ ഫ്രിഡ്ജിനോട് ചേർത്തിട്ടായിരുന്നു ഈ മൊബൈൽ വെച്ചിട്ടുള്ള ട്രൈപോഡ് വെച്ചത്. അപ്പോൾ അവൻ എഴുതട പപ്പനെ കണ്ടപ്പോൾ സൂത്രം കാണിച്ച് മുങ്ങണേ. അപ്പോൾ ഞാനൊരു പുഴുങ്ങിയ മുട്ടയും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, എഴുതും, പോകും, വരും. അവളില്ലാഞ്ഞിട്ട് അങ്ങ് പറ്റണില്ല. അപ്പോൾ അവളും വന്നു. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വാ പൊന്നായി ഇതൊന്ന് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചു അവളെ. സാമ്പാറിൻ്റെ ഉപ്പ് നോക്കാൻ, എനിക്ക് എന്ത് കറി വെച്ചാലും അന്നമോള് പറഞ്ഞ് എനിക്ക് ബോധ്യപ്പെടണം, അത് അവളാണ് എൻ്റെ ടേസ്റ്റ് നോക്കുന്നത്. ഒട്ടും എരിവില്ല. അങ്ങനൊരു നമ്പർ പുത്രൻ എനിക്ക് കിട്ടിയാലും ഈശ്വരി.
കഴിക്കാൻ വേണ്ടി കൊടുത്ത ആ ഒരു പുഴുങ്ങിയ മുട്ടയാണ് അവിടെ ഇട്ട വരച്ചുകൊണ്ടിരിക്കണേ. ഒന്നും പറയണ്ട, അങ്ങനെയൊക്കെയാണ് അവൻ്റെ കാര്യം. അപ്പം ഞാൻ ദേ വേഗം പാലൊക്കെ കാച്ചി വേഗം ബൂസ്റ്റൊക്കെ ഇട്ട് പാലൊക്കെ കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിപ്പിച്ച് കുളിപ്പിച്ച് സ്കൂളിൽ വിട്ടു. ഇനിയിപ്പോൾ അന്നക്കുട്ടിയും ഞാനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവളിങ്ങനെ ചാരി ഇരുന്നിട്ട് പറയുമ്പോൾ എനിക്ക് പുറം വേദന എടുക്കണമെന്ന്. കാരണം കുറച്ച് ദിവസമായല്ലോ ഈ തട്ടിൻ്റെ പുറത്ത് കയറിയിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഓക്കെയാണ്. നമ്മൾ അന്ന് കുറേ വിഷമിച്ചു, സങ്കടം വന്നു പോയി. കാര്യം ഇച്ചിരി ഉള്ളെങ്കിലും അതൊക്കെ വിഷമമാന്നേ. നമുക്കതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. എനിക്കതൊന്നും താങ്ങാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമാണ്. എനിക്കെന്തോ വന്നാലും മക്കൾക്കൊന്നും പറ്റരുതെന്നാണല്ലോ എല്ലാ അമ്മമാരെ പോലെ ഞാനും അങ്ങനെ തന്നെ വിചാരിക്കണേ. അപ്പം ഞാൻ പുഴുങ്ങിയ മുട്ട അവൻ പിന്നെയും പുഴുങ്ങിയ മുട്ട തട്ടിയൊക്കെ ആണെങ്കിലൊക്കെ കഴിക്കും. ഇവക്ക് ഇതിൻ്റെ മണോ ഇഷ്ടമല്ലോ. വേറെ എല്ലാ ഫുഡും കഴിക്കും. ഈ മുട്ട കഴിക്കില്ല, പുഴുങ്ങിയ മുട്ട കഴിക്കില്ല. വറുത്ത് കൊടുത്താൽ കഴിക്കും, ബുൾസേ കഴിക്കും. ഞാൻ പറയും ബുൾസേക്ക് ഇതിലും നാറ്റാണ്. ഇത് ഇല്ലേ, ബുൾസേക്കൊരു പച്ചമണമല്ലേ, ഇത്ര ഒരു ഇതില്ലല്ലോ. പുഴുങ്ങിയ മുട്ട പിന്നെ നമുക്ക് തിന്നിട്ട് ഉപ്പും കുരുമുളകൊക്കെ ഇട്ടാണെങ്കിലും കഴിക്കാമല്ലോ. അവളത് കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ എന്നോട് എല്ലാവരും ചോദിക്കും, ചേച്ചി ചേട്ടനും പിള്ളേരൊക്കെ പോയതിന് ശേഷമാണോ ചേച്ചിയുടെ ക്ലീനിങ്? അതെ, ഓൾമോസ്റ്റ് അങ്ങനെയാണ്. കാരണം അവരുള്ളപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റണ പോലെ ചടപടിയെന്ന് പറഞ്ഞ പാത്രമൊക്കെ കഴുകി വെക്കും. ആ കഴുകി വെച്ച പാത്രങ്ങളാണ് ഒരു വശത്തിരിക്കണത്. അപ്പം ഞാൻ വെളിച്ചെണ്ണ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഊറ്റി ഒഴിച്ചിട്ടുണ്ട്. അതിലെനിക്ക് അങ്ങ് ഊറ്റി ഒഴിക്കണം, കവറിലൊരു തുള്ളി പോലും പാടില്ല. അപ്പോൾ അതെല്ലാം വെളിച്ചെണ്ണ അല്ലടാ, സൺഫ്ലവർ ഓയിൽ, അതെല്ലാം ഊറ്റി ഒഴിച്ചു. ഒരു ട്രിപ്പ് പാത്രം കഴുകി വെച്ചു. സാമ്പാർ ചൂടാക്കാനുള്ളത് ചൂടാക്കി വെച്ചു. ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും, ഞാൻ അവസാനം ഉണ്ടാക്കിയ ചായ ഉണ്ടല്ലോ, ചായയുടെ അത് കാപ്പിയാണ് കേട്ടോ. കാപ്പി ഒന്നുകൂടി ചൂടാക്കിയിട്ട് അവിടെ വെച്ചിട്ട് ആ കാപ്പിയുടെ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ അടുക്കള ക്ലീൻ ആക്കിയിട്ട് അവിടെ നിന്ന് തന്നെ സമാധാനത്തിൽ ഞാൻ ആ കാപ്പി കുടിക്കും. അപ്പം ഞാൻ വേഗം ആദ്യം കഴുകി വെച്ച പാത്രം കഴുകി വയ്ക്കുകയാണ്. കാപ്പി നല്ല ചൂടാക്കി വയ്ക്കും കേട്ടോ. അവിടെ ജനലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ. എന്നിട്ട് വേഗം ഞാൻ ഷടപടെ, നമുക്ക് നമ്മുടെ അടുക്കള ഒതുക്കാൻ വലിയ പാടൊന്നുമില്ലടോ. നമ്മൾ മനസ്സിൽ വിചാരിക്കാഞ്ഞിട്ടാണ്. മനസ്സിൽ വിചാരിച്ചിട്ട് എത്ര 5 മിനിറ്റിനുള്ളിൽ ഞാനത് ചെയ്ത് തീർക്കും എന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കിക്കുക. വേറെ ഒരു കാര്യത്തിലും പോകരുത്. അയ്യോ വേറൊരു കാര്യമുണ്ടല്ലോ, അയ്യോ അവിടെ ഇതിട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ഇതങ്ങ് ടക്കനെ എന്ന് പറഞ്ഞ് ഞാനത് തീർക്കും. എനിക്കിത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യത്തിന് പോകുള്ളൂ എന്ന് വിചാരിച്ച് നോക്കിക്കേ. അപ്പം ഞാൻ നേരം കൊണ്ട് സ്ലാബെല്ലാം ക്ലീനാക്കി, പാത്രങ്ങളൊക്കെ കഴുകി, സ്റ്റൗ ക്ലീനാക്കി, സ്റ്റൗവിൻ്റെ റിങ് ക്ലീനാക്കി, എല്ലാം ക്ലീനാക്കി തുടച്ചു വിട്ടിട്ട് എൻ്റെ കാപ്പി ഞാൻ അവിടെ വെച്ച് കുടിക്കുകയാണ്. ആ ഗ്ലാസ്സും കഴുകി വെച്ചിട്ട് സിങ്കും കഴുകി വെച്ചിട്ട് ഇനി ഇവിടെ നമുക്ക് ഈ അടുക്കള ഫ്ലോർ അടിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. കാരണം ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ ഉണ്ട്. നമുക്ക് വേറെ വലിയ അലക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ വലിയ ഗംഭീര പരിപാടിയില്ല. തലേ ദിവസം വൈകുന്നേരം തുടച്ചിട്ടത് കൊണ്ട് ഇനിയിപ്പം ഞാൻ തുടക്കാനും നിൽക്കുന്നില്ല. പിന്നെ ഈ 2 റൂമൊന്നും ഒതുക്കുക. ഇതാണ് കിടക്കുന്ന മുറി, കൊച്ചു മുറിയാണ് കേട്ടോ. 2 മുറിയും ചെറിയ മുറികളാണ്. അപ്പോൾ വലിയ ഗംഭീര വീടാണെങ്കിൽ മാത്രമേ നമുക്ക് ഒതുക്കിയിട്ട മെനയുണ്ടാവൂ, ഭംഗിയുണ്ടാവൂ. ഒന്നുമില്ല. ചെറുതാണെങ്കിലും വൃത്തിക്കിട്ട കാണാൻ ഭംഗിയാണ്. എന്ത് സാധനമാണെങ്കിലും നമ്മൾ എത്ര വലിയ, ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേനും വലിയ ബൊമ്മയൊക്കെ കാണില്ലേ, അതിനേലും എത്ര ഭംഗിയാണ് കുഞ്ഞു കുഞ്ഞു ടോയ്സ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ അങ്ങനെ കൊച്ചു ടോയ്സ് മേടിച്ച് വയ്ക്കുന്ന ആളാണ്. വലിയ ബൊമ്മയൊക്കെ മേടിച്ച് വെക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്നുണ്ട് 2 നിങ്ങൾക്ക് ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നത്. ഇതൊക്കെ ഇരിക്കുന്ന സ്ഥലം തന്നെ നമുക്ക് വേസ്റ്റാണ്. കൊച്ചതാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ വയ്ക്കാം. അപ്പോൾ ഈ മുറിയിലാണ് ഡ്രസ്സിങ്ങും കുളിച്ച് കഴിഞ്ഞിട്ടുള്ള തലതോർത്തുകളൊക്കെ നടക്കുന്നത്. അപ്പം നനഞ്ഞതോർത്ത് ബെഡേലിടുന്നത് ഇവിടുത്തെ എല്ലാവരുടെ ഒരു പൊതു സ്വഭാവമാണ്. അപ്പോൾ എനിക്കത് ദേഷ്യമാണ് കേട്ടോ. ഞാനത് വിരിച്ചിടും നനഞ്ഞതോർത്ത്. എവിടെയെങ്കിലും ഞാൻ പറയാം കസേല പുറത്തെങ്കിലും വിരിച്ചിട്ടാൽ മതി, അതങ്ങ് ഉണങ്ങി കഴിയുമ്പോഴത്തേനും എടുത്ത് നമുക്ക് എവിടെയെന്ന് വെച്ചാൽ തൂക്കി ഇടാമല്ലോ. അപ്പോൾ മുഷിന് തലക്കാനുള്ളതൊക്കെ മാറ്റുകയാണ്. പിന്നെ ഒരു ഇച്ചിരി നേരം മാത്രം ഇട്ടിട്ട് അത്യാവശ്യം ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പുറത്തു പോയി വന്നിട്ടോ ഊരിയിടുന്ന ഡ്രസ്സുകളുണ്ടാവും. അപ്പോൾ അതൊന്ന് പയ്യൊന്ന് വെയിൽ കാണിച്ചിട്ട് ആ സ്റ്റാൻഡിൽ തന്നെ മടക്കിയിടും. അപ്പോൾ ഞാൻ പറയും അടുത്ത തവണ എവിടെയെങ്കിലും പോകുമ്പോൾ അത് തന്നെ ഇട്ടിട്ട് പോയാൽ മതിയല്ലോ എന്ന് പറയും. അങ്ങനെ മുഷിനതെല്ലാം അലക്കാനുള്ളതെല്ലാം മുറിയിൽ നിന്ന് മാറ്റുകയാണ്. ഈ മുറിയിലാണ് കേട്ടോ എല്ലാ കച്ചറയും വരുന്നത്. കാരണം ബാത്റൂം ഇതിൻ്റെ അടുത്തായതുകൊണ്ടും പിള്ളേരുടെ ബുക്കും കാര്യങ്ങളും അവരുടെ എല്ലാം വെച്ചിരിക്കുന്നതും ഇതിൻ്റെ അകത്തായതുകൊണ്ടും അത്യാവശ്യം ഇത് മെസ്സിയാണ്. പിന്നെ ഞാൻ വിചാരിക്കും നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങനെ അവിടെ വയ്ക്കടാ ഇവിടെ വയ്ക്കടാ എന്ന് പറഞ്ഞ് അവരെ ഭ്രാന്താക്കിയിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കൂലേ. മറ്റേ മുറി അവരങ്ങനെ ഒന്നും കൊണ്ടുവന്ന് വലിച്ചു വാരി ഇടാറില്ല. ബെഡ്ഷീറ്റും തലേണയൊക്കെ മാത്രമേ ഉണ്ടാവാറുള്ളൂ.
ഈ മുറി ഞാൻ എന്തേലും കാണിക്കുമെന്ന് പറഞ്ഞു കൊടുത്തേക്കണതാണ്. അപ്പോൾ അവരുടെ ടോയ്സൊക്കെയാണ് കേട്ടോ താഴത്ത അതിലാക്കി വെച്ചേക്കണം. അപ്പം എൻ്റെ മോള് ഇത്ര നേരം പടം വരയ്ക്കായിരുന്നു. അപ്പോൾ തലേ ദിവസം ഒരു ഫ്രണ്ട് പോകാത്ത ദിവസത്തെ നോട്ട്സൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എഴുതാൻ പറഞ്ഞ് ഫോൺ കൊടുത്തപ്പോൾ അതൊക്കെ നോക്കിയിരുന്ന് എഴുതാണ്. പിന്നെ ഇവരുടെ സ്കൂളിൽ എന്തോ പരിപാടികളൊക്കെ നടക്കുന്നതുകൊണ്ട് അധികം നോട്ട്സോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പം ഞാൻ അവൾ അവിടെ ഇരുന്ന് എഴുതട്ടെ. ബുക്കൊക്കെ എടുത്ത് ഞാൻ പടം വരെ ബുക്കൊക്കെ എടുത്ത് ഞാൻ പൊക്കത്ത് വെച്ചിട്ടുണ്ട്. പുതിയ ചൂല് ഞാൻ മേടിച്ചു കേട്ടോ, അടിപൊളിയാണ്. വലിയ പൊടിയൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ ഇച്ചിരി കാശ് കൂടിയ സാധനം മേടിക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ അതിലുണ്ടാവും. ഞാനാണെങ്കിൽ 100 രൂപയുടെ ചൂലൊക്കെ മേടിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഒരടി അടിച്ചിട്ട് തിരിയുമ്പോഴത്തേനും എൻ്റെ പുറകിൽ ആ ചൂലിൻ്റെ പൊടി മൊത്തം ഉണ്ടാവും. പിന്നെ അടിക്കണം. ചേട്ടൻ നല്ല ഇച്ചിരി ക്വാളിറ്റിയുള്ള സാധനം മേടിച്ചിട്ട് വരും. ഞാനാണ് ഈ പൊട്ടയൊക്കെ മേടിക്കണത്. അങ്ങനെതാ ഞാൻ സ്റ്റെപ്പ് തന്നെ ആദ്യം ഒന്ന് ഉദ്ഘാടിച്ചു. ആ ചെരുപ്പൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. ചെരുപ്പ് ഒതുക്കി വെച്ചിട്ട് ആ മുറ്റം അടിച്ച് ക്ലീനാക്കി ഇടുമ്പോൾ തന്നെ നമ്മുടെ എനിക്ക് ഇച്ചിരി കുളം മുറ്റമുള്ളൂ കേട്ടോ. ഒറ്റ ചാട്ടം ചാടി എനിക്ക് റോട്ടിലെത്താം, അത്ര മുറ്റമുള്ളൂ. കുഞ്ഞു മുറ്റാണ്. എനിക്കിഷ്ടമാണ് കുറേ മുറ്റം. അപ്പോൾ കുറേ മുറ്റമുള്ള എൻ്റെ കൂട്ടുകാരൊക്കെ പറയും നിനക്ക് പ്രാന്താണ് നടുവോടി മുറ്റം അടിച്ചെന്ന് പറയും. പക്ഷെ എനിക്കിഷ്ടമാണ്. ചിലപ്പോൾ കാണാനായിരിക്കും ഇഷ്ടം കേട്ടോ. അങ്ങനത്തെ മുറ്റമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പെരുമാറാൻ ശരിക്കും അറിയാൻ പാടില്ലെങ്കിൽ പോയില്ലേ. അപ്പോൾ അങ്ങനെതാ വീടൊക്കെ 2 മുറിയും ആ ഹോളും കിച്ചണും അടുക്കളയുടെ സ്റ്റെപ്പും മുമ്പിലത്തെ സ്റ്റെപ്പ് ഒടിച്ച് എൻ്റെ അടിക്കൽ കഴിഞ്ഞു. പിന്നെ തുടക്കൽ എന്ന് പറഞ്ഞാൽ തലേ ദിവസം ഞാൻ തുടച്ചിട്ടേക്കണോണ്ട് വലിയ പാടൊന്നുമില്ല. ആ ഗമട്ട സഞ്ചിയിൽ മതിലിൻ്റെ അടുത്ത് കാണുന്നത് ചിരട്ടകളാണ് കേട്ടോ. പിന്നെ ഇത് അടുക്കളയുടെ സൈഡിലുള്ള കുറച്ച് സ്ഥലമാണ്. നമ്മൾ വിറകടുപ്പ് കത്തിക്കൂലേ, വിറകടുപ്പ് കത്തിക്കുന്ന സമയത്ത് ഇവിടെ എപ്പോഴും ക്ലീനായിരുന്നു. ഇപ്പോൾ അടുപ്പ് വല്ലപ്പോഴും കത്തിക്കുന്നതുകൊണ്ട് അത്രയ്ക്ക് അങ്ങൊരു ക്ലീൻ അല്ല. കാരണം അടിച്ച് വാരി ഞാൻ അടുപ്പിലേക്ക് ഇട്ടങ്ങ് കത്തിക്കുമായിരുന്നു നേരത്തെയൊക്കെ, അല്ലെങ്കിൽ കളയുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ കത്തിക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ മുറ്റടിക്കാൻ പോയ നേരത്ത് അവൾ കുക്കുംബറൊക്കെ വെട്ടി കണ്ണിൽ വെക്കുകയാണ്. കണ്ണിൻ്റെ തടം കറക്കുന്നു. നമ്മളിങ്ങനെ പറയില്ലേ പെൺകുട്ടികളാണ്, അവർ വലുതായി വരുന്നതോറും അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും. ഞാൻ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് വേണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ വേണ്ടത് വെച്ചിട്ട് പണിയെടുത്താൽ കണ്ണ് കാണില്ല പൊന്നോ എന്നൊക്കെ പറഞ്ഞ് അലക്കി ഉണക്കിയതൊക്കെ ഉണ്ടായിരുന്നു. അത് ഡ്രയറിൽ ഉണങ്ങിയത്. അപ്പം അതൊക്കെ വിരിച്ചിട്ടു. അപ്പം നല്ല കാറ്റിങ്ങനെ വീശുന്നുണ്ട് കേട്ടോ, നല്ല വെയിലും. അപ്പം പിന്നെ ബാക്കിയുള്ള എല്ലാ പണിയും കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം 1 മണിയായി. പിന്നെ ചോറിന കുളിക്കുക, വൈകിട്ടത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. ബാക്കി ഇനി വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ, പറയാതിരിക്കരുതേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.